In this video, we can discuss about pharmacology of fibrinolytics or thrombolytics. It's an important topic from pharmacology of drugs used in cardiovascular system. So what is meant by fibrinolytics or thrombolytics? From the word itself, we can understand these are the drugs which will lyse something like thrombi or clotting. So these are the drugs used to lyse thrombi or clot and which are used to recanalize occluded blood vessels, mainly coronary artery. ഇപ്പോൾ ബ്ലഡ് അല്ലെങ്കിൽ ആർട്ടറിയിൽ അല്ലെങ്കിൽ ബ്ലഡ് വെസൽസിൽ എവിടെയെങ്കിലും ഓൾറെഡി ത്രോംബസുകൾ, പ്ലേറ്റ്ലെറ്റ് അഗ്രിഗേഷൻസുകളും ബ്ലഡ് ക്ലോട്ടുകളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അതിനെ ലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഡ്രഗ്സുകളാണ് ഫൈബ്രിനോലൈറ്റിക്സ് എന്ന് പറയുന്നത്. ആൻറ്റികൊയാഗുലൻസ് ഇങ്ങനെയുള്ള ത്രോംബസുകൾ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ കൊടുക്കുന്നതാണ്. വന്നതിനെ ലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കുന്നതാണ് ഫൈബ്രിനോലൈറ്റിക്സ് എന്ന് പറയുന്നത്. ദേ ആർ തെറാപ്യൂട്ടിക് റാദർ ദാൻ പ്രൊഫൈലാക്റ്റിക്. They work by activating natural fibrinolytic system. And different fibrinolytics are streptokinase, urokinase, alteplase, ritaplase, tenecteplase. Now coming to the mechanism of action of fibrinolytics. നമ്മുടെ ബോഡിയിൽ തന്നെ നമുക്ക് നേരത്തെ പറഞ്ഞു ബ്ലഡ് ക്ലോട്ടിങ് ഉണ്ടാവുന്ന ഒരു ബ്ലഡ് വെസൽസിന് ഇഞ്ചുറി ഉണ്ടാവുന്ന സമയത്ത് അവിടെ പ്ലേറ്റ്ലെറ്റ് അഗ്രിഗേഷൻ ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, അങ്ങനെ പ്ലേറ്റ്ലെറ്റ് അഗ്രിഗേഷൻ ഉണ്ടാവുന്ന സമയത്ത് നമ്മളെ ബോഡിയിൽ ആ ബ്ലഡ് അല്ലെങ്കിൽ ഹീമോസ്റ്റാസിസ് ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ, ബ്ലീഡിങ്ങിന് സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെ ബോഡിയിൽ തന്നെ ആ ബ്ലഡ് ക്ലോട്ടിനെ ലൈസ് ചെയ്യാനുള്ള ഒരു മെക്കാനിസം ഉണ്ട്, ഒരു ഫൈബ്രിനോലൈറ്റിക് അല്ലെങ്കിൽ ത്രോംബോലൈറ്റിക് മെക്കാനിസം ഉണ്ട്. അതാണ് പ്ലാസ്മിനോജൻ അല്ലെങ്കിൽ ഫൈബ്രിനോലൈസിൻ പ്ലാസ്മിനാക്കി മാറ്റുക എന്ന് പറയുന്ന റിയാക്ഷനാണ്. ഈ പ്ലാസ്മിനാണ് ഇൻസോളിബിൾ ഫൈബ്രിനെ ഫൈബ്രിൻ ഫ്രാഗ്മെന്റുകളാക്കി മാറ്റുന്നത്. ഇത് നമ്മളെ ബോഡിയിലുള്ള നാച്ചുറൽ മെക്കാനിസമാണ്, ഫൈബ്രിനോലൈറ്റിക് മെക്കാനിസമാണ്. ഓക്കെ, അപ്പോൾ ഇതിനെ ആക്ടിവേറ്റ് ചെയ്യുന്ന കുറച്ച് ഇൻട്രിൻസിക് ഫാക്ടേഴ്സുകളുണ്ട്. ഫാക്ടർ 12A, കില്ലർ കൈനിൻ ആൻഡ് ടിഷ്യൂ പ്ലാസ്മിനോജൻ ആക്ടിവേറ്റേഴ്സ്. അതുപോലെ കുറച്ച് എക്സ്ട്രിൻസിക് ഫാക്ടേഴ്സുകളുണ്ട്. അതാണ് നമുക്കിവിടെ പഠിക്കാനുള്ള ഡ്രഗ്സുകൾ: സ്ട്രെപ്റ്റോകൈനേസ്, യൂറോകൈനേസ്, ആൾട്ടിപ്ലേസ് ആൻഡ് ടെനിക്റ്റാപ്ലേസ്. സോ ദേ വിൽ ആക്ടിവേറ്റ് ദ കൺവേർഷൻ ഓഫ് പ്ലാസ്മിനോജൻ ടു പ്ലാസ്മിൻ. So this plasmin will convert the insoluble fibrin to soluble fibrin fragment. So that is the mechanism of action of fibrinolytics like streptokinase, urokinase, alteplase and tenecteplase. Now let's start with the streptokinase. This is obtained from beta hemolytic streptococci group C. അങ്ങനെ ഒരു ഗ്രൂപ്പ് ഓഫ് ആൻറ്റിബയോട്ടിക്സ് അല്ലെങ്കിൽ ഒരു ഫംഗസ് നിന്ന് കിട്ടിയിട്ടുള്ള ഒരു ബീറ്റ ഹൈമോലൈറ്റിക് ആയിട്ടുള്ള ഒരു ഫൈബ്രിനോലൈറ്റിക് ഏജന്റ് ആണ് സ്ട്രെപ്റ്റോകൈനേസ് എന്ന് പറയുന്നത്. ദിസ് ഈസ് ദ ഫസ്റ്റ് ഫൈബ്രിനോലൈറ്റിക് ഡ്രഗ്സ് യൂസ്ഡ് ഇൻ ക്ലിനിക്കലി വിച്ച് ഈസ് ഗിവൺ ബൈ IV infusion. Mechanism of action: streptokinase is inactive as such and it will combine with the circulating plasminogen molecules to form activator complex, which then cause limited proteolysis of plasminogen molecules to generate active plasmin. Okay, so that is the mechanism of action. Then this streptokinase is a non-fibrin specific, so they will activate both the circulating as well as fibrin bonded plasminogen. So it will deplete the circulating fibrinogen and predisposes to the bleeding. Now coming to the adverse drug reaction, it may cause fever, hypotension, arrhythmia, anaphylactic shock, and this is highly antigenic and can be antigenic as well as pyrogenic also. So that is the streptokinase. Now coming to another fibrinolytic agent, that is urokinase. This is an enzyme isolated from human urine, but commercially this is prepared from the cultured human kidney cells. Mechanism of action: they will activate പ്ലാസ്മിനോജൻ ഡയറക്ട്ലി. പ്ലാസ്മിനോജൻ ആക്ടിവേറ്റ് ചെയ്യുക എന്നുള്ളതാണ് എല്ലാ ഫൈബ്രിനോലൈറ്റിക്സുകളും ആക്ട് ചെയ്യുന്നത്. നൗ ദേ ക്യാൻ ഗിവൺ ബൈ IV bolus followed by IV infusion. Half life is 10 to 15 minutes. This is non-antigenic. That is the advantages over streptokinase. Streptokinase was highly antigenic and urokinase is non-antigenic, non-allergic, so it will not cause anaphylactic reaction. Now coming to the adverse drug reaction,
it may occur during treatment. Fever may occur during treatment, but hypotension and allergic phenomena are rare for urokinase. Now coming to alteplase, which is also known as recombinant tissue plasminogen activators. This is already it is there as an intrinsic factor. So the tissue plasminogen activator, which is prepared by recombinant tissue or recombinant DNA method, that is the recombinant tissue plasminogen activator. These are prepared by recombinant DNA technology from human tissue culture. These are mostly specific for fibrin bonded plasminogen, so that circulating fibrinogen is lowered only by 50%. And this is given by IV bolus followed by IV infusion. This is non-antigenic, more potent, rapid acting, but more expensive and low risk of bleeding. The ADR are nausea, mild hypotension, fever may occur, and used to treat MI and pulmonary embolism as well as ischemic stroke. Now coming to the contraindication of fibrinolytics. ആർക്കൊക്കെയാണ് ഫൈബ്രിനോലൈറ്റിക്സ് ഒരു കാരണവശാലും കൊടുക്കാൻ പാടില്ലാത്തത് അല്ലെങ്കിൽ കൊടുക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതാണ്. So these will be contraindicated with the patients with a history of intracranial hemorrhage, ബ്രെയിനിൽ ബ്ലീഡിങ് വന്നിട്ടുള്ള പേഷ്യൻസിൽ, ഹിസ്റ്ററി ഓഫ് ഇസ്കീമിക് സ്ട്രോക്ക് ഇൻ പാസ്റ്റ് 3 months, history of head injury in past 3 months, intracranial tumor, vascular abnormalities and aneurysm, active bleeding and bleeding disorder, patient with peptic ulcer and esophageal varices, any wound or recent fracture or both or tooth extraction, history of major surgery within 3 weeks, uncontrolled hypertension and pregnancy. See, these are the different patients in which fibrinolytics are contraindicated. Now coming to the uses of fibrinolytics or thrombolytics, these are mainly used for the treatment of acute myocardial infarction. ഇപ്പോൾ നമുക്കറിയാം മയോകാർഡിയൽ ഇൻഫ്രാക്ഷനൊക്കെ മെയിൻ റീസൺ എന്ന് പറയുന്നത് കൊറോണറി ആർട്ടറിയിലൊക്കെ ബ്ലോക്കിംഗ് വരുന്നതുകൊണ്ടാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ബ്ലോക്കുകളൊക്കെ ലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഫൈബ്രിനോലൈറ്റിക്സുകൾ യൂസ് ചെയ്യാം. ദെൻ ഫോർ ഡീപ്പ് വെയിൻ thrombosis in leg, pelvis, shoulder, up to 60% patient can be successfully treated with the fibrinolytics. And also for the treatment of pulmonary embolism, peripheral arterial occlusion and in stroke also. So these are the uses of fibrinolytics. ഇനി നേരെ ഓപ്പോസിറ്റ് ഡ്രഗ്സുകളാണ്. ദീസ് ആർ ദ ഡ്രഗ്സ് വിച്ച് വിൽ ആക്ട് ഓപ്പോസിറ്റ് ദാറ്റ് ഓഫ് ഫൈബ്രിനോലൈറ്റിക്സ്. സോ വി ക്യാൻ ഡിസ്കസ് ദ ഫാർമക്കോളജി ഓഫ് ആന്റി ഫൈബ്രിനോലൈറ്റിക് ഡ്രഗ്സ്. So these are the drugs which will inhibit the plasminogen activation and they will inhibit the dissolution of the clot. And നേരെ ഓപ്പോസിറ്റ് ആക്ഷൻ ആണ് ഈ പ്ലാസ്മിനോജൻ. പ്ലാസ്മിൻ ആണ് ഇൻസോളിബിൾ ഫൈബറിനെ സോളിബിൾ ഫൈബറിനാക്കി മാറ്റുന്നത്. അപ്പോൾ ഈ പ്ലാസ്മിനോജന്റെ കൺവേർഷനെ ഇൻഹിബിറ്റ് ചെയ്യുന്ന ഡ്രഗ്സുകളാണ് ആന്റി ഫൈബ്രിനോലൈറ്റിക് ഡ്രഗ്സ് എന്ന് പറയുന്നത്. ദേ വിൽ ബൈൻഡ് ടു ദ ലൈസിൻ ബൈൻഡിങ് സൈറ്റ് ഓഫ് പ്ലാസ്മിനോജൻ and they will prevent its combination with the fibrin and lead to the fibrinolysis. Okay, so that is the mechanism of action. So this is mainly used to check or stop the fibrinolysis associated bleeding. Okay, to block the bleeding which is associated with the fibrinolysis. Okay, now different drugs are epsilon aminocaproic acid and tranexamic acid. So this is the action. They will inhibit the conversion of plasminogen to plasmin. So they will inhibit the conversion of insoluble fiber to fibrin. ഇപ്പോൾ ക്ലോട്ട് ഡിസോൾവ് ചെയ്യുന്ന പ്രോസസ്സിനെ ബ്ലോക്ക് ചെയ്യുന്ന ഡ്രഗ്സുകളാണ് ആന്റി ഫൈബ്രിനോലൈറ്റിക്സ് എന്ന് പറയുന്നത്. സോ ഫസ്റ്റ് വൺ ഈസ് എപ്സിലോൺ aminocaproic acid. Mechanism of action: it is an lysine analog which will combine with the lysine binding site of plasminogen and plasmin so that later is not able to bind with the fibrin and lyse it. So it will prevent the lysis of fibrin. So that is the mechanism of action. Now coming to the adverse drug reaction, rapid IV injection may result in hypotension, bradycardia and maybe arrhythmia and myopathy. And uses: it is primary indication to counteract the effect of fibrinolytic drugs and bleeding due to their use, and it is the specific antidote for fibrinolytic agent and it is used in many hyperplasminic state associated with the excessive intravascular fibrinolysis resulting in bleeding. Now another anti-fibrinolytic agent is tranexamic acid. Mechanism of action: it will bind with the lysine binding site and plasminogen and it prevent its combination with the fibrin which will lead to fibrinolysis.
So its action is 7 times more potent than epsilon aminocaproic acid, and this is preferred for the prevention or control of excessive bleeding due to fibrinolytic drugs, cardiopulmonary bypass surgery, tonsillectomy, prostatic surgery, tooth extraction in hemophilics, menorrhagia, especially due to IUCDs, and recurrent epistaxis, emphysema due to ocular trauma, and peptic ulcer. So these are the uses of tranexamic acid. Now coming to the adverse drug reactions of antifibrinolytic drugs in common, it will cause nausea, diarrhea, thromboembolic event, disturbed color vision and allergic reaction are infrequent. Then thrombophlebitis, that is the thrombophlebitis, that is the inflammatory process that cause blood clot to form and block one or more vein. So these are the adverse drug reactions of antifibrinolytic drugs. Now coming to the uses, antifibrinolytic drugs are mainly used to control the bleeding due to overdose of fibrinolytics like streptokinase. And it is also used to control the bleeding in case of tooth extraction, tonsillectomy, prostatic surgery, tooth extraction in hemophilia, and other surgical procedures, as well as obstetric complications, cardiopulmonary bypass surgery, recurrent epistaxis, emphysema due to the ocular trauma. So that is all about the antifibrinolytic agents. For mechanism of action രണ്ടും മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഫൈബ്രിനോലൈറ്റിക് ഏജൻസുകൾ നമ്മളെ നോർമൽ ഫൈബ്രിനോലൈസിസ് ആക്ഷനെ ആക്ടിവേറ്റ് ചെയ്യുന്നതാണ്. ഇൻഹിബിറ്റേഴ്സ് ആന്റിഫൈബ്രിനോലൈറ്റിക് ഡ്രഗ്സുകൾ എന്ന് പറയുന്നത് ഈ പ്ലാസ്മിനോജനെ പ്ലാസ്മിനാക്കി കൺവേർട്ട് ചെയ്യുന്ന റിയാക്ഷനെ ഇൻഹിബിറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ പ്ലാസ്മിൻ എന്ന് പറയുന്നതാണ് നമ്മളെ ബോഡിയിൽ ഉണ്ടാകുന്ന ക്ലോട്ട്, ഇൻസോളിബിൾ ആയിട്ട് നിൽക്കുന്ന ഫൈബ്രിൻ, അതിനെയാണ് ക്ലോട്ട് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ത്രോംബോ എന്ന് പറയുന്നത്. അതിനെ സോളിബിൾ ഫിബ്രിൻ ഫ്രാഗ്മെന്റ്സുകളാക്കി മാറ്റുന്നത്. ഓക്കെ, ഫിബ്രിൻ ഇൻസോളിബിൾ ആയിട്ടുള്ള ഫിബ്രിനെ സോളിബിൾ ഫിബ്രിൻ ആക്കി മാറ്റുന്ന പ്രോസസ്സ് നടക്കുന്നത് പ്ലാസ്മിൻ ഉണ്ടാവുന്നത് കൊണ്ടാണ്. അപ്പോൾ ഈ പ്ലാസ്മിൻ ഉണ്ടാവുന്നതിനെ ആക്ടിവേറ്റ് ചെയ്യുന്നതാണ് ഫൈബ്രിനോലൈറ്റിക് ഡ്രഗ്സ് എന്ന് പറയുന്നത്. അതിനെ ഇനാക്ടിവേറ്റ് ചെയ്യുന്ന ഡ്രഗ്സുകളാണ് ആന്റിഫൈബ്രിനോലൈറ്റിക് ഡ്രഗ്സ് എന്ന് പറയുന്നത്. ഓക്കെ, so that is all about the fibrinolytics as well as antifibrinolytics. Hope it is clear. Thank you for watching this video.